എന്നെ ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ തനിക്ക് ക്യാൻസർ ആണെന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടും തന്നെ വിളിക്കാനോ അവസ്ഥ തിരക്കാനോ കിച്ചുവിനോ സുധിയുടെ ബന്ധുക്കൾക്കോ തോന്നിയില്ല എന്ന് രേണു സുധി. തനിക്ക് ക്യാൻസർ ആണെന്ന വാർത്ത സോഷ്യൽ മീഡിയ വഴി കിച്ചു അറിഞ്ഞു കാണുമെന്നും കിച്ചു തന്നെ വിളിച്ചിട്ടില്ല എന്നും രേണു പറയുന്നു. കിച്ചുവും സുധിയുടെ ബന്ധുക്കളും തന്നെ വിളിക്കാത്തതിലൂടെ തന്നെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ സാധിച്ചുവെന്ന് രേണു പറയുന്നു. തനിക്കെതിരെ പ്രചരിച്ച വ്യാജ വാർത്തകളോട് നന്ദിയുണ്ട്. കാരണം ആ സംഭവത്തിലൂടെ ആരൊക്കെയാണ് തൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും അവർ പറയുന്നു. കിച്ചുവിൻ്റെ ഉദ്ഘാടനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ കൈകൂപ്പിയാണ് പ്രതികരിച്ചതെന്നും തന്നോട് അവൻ എന്ത് ചെയ്തോ അത് തിരിച്ചു ചെയ്യുക മാത്രമാണ് താൻ ചെയ്തതെന്നും രേണു വിശദീകരിച്ചു. സുധിയുടെ ഓർമ്മയ്ക്കായി ചടങ്ങുകളൊന്നുമില്ല എന്നും ഈ വർഷം നടത്തുന്നില്ല എന്നും പ്രാർത്ഥനകൾ മാത്രമാണുള്ളതെന്നും രേണു പറയുന്നു. തനിക്കടുത്തൊരു അനാഥാലയത്തിൽ ഭക്ഷണം നൽകണമെന്നും മകൻ ഋതപ്പനെ അതിൽ പങ്കാളിയാക്കണമെന്നുമാണ് തൻ്റെ ആഗ്രഹമെന്നും രേണു കൂട്ടിച്ചേർത്തു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.